ഇവിടാണ്, എവിടെയും കോസ്റ്റ് കട്ട് ആയിട്ടില്ല. ആകെ ഒരു എൻജിൻ മാത്രമേ കുട്ടിയായിട്ടുള്ളൂ, ബാക്കിയൊക്കെ വെൽ അഡ്വാൻസ്ഡ് ആണ്, വെൽ പാക്ക്ഡ് ആണ്, പറയാതിരിക്കാൻ വയ്യ. ഹലോ യൂട്യൂബ്, വെൽക്കം ടു അനദർ വീഡിയോ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനെന്നുള്ളത് നമ്മുടെ KTM ആലുവ ഷോറൂമിലാണ്. അപ്പോൾ വീഡിയോ, അതായത് ട്യൂക്ക് 250യുടെയും 390യുടെ വീഡിയോയിൽ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു RC 125ൻ്റെ വീഡിയോ ചെയ്യുമെന്ന് വെച്ചിട്ട്. ഇപ്പോൾ നമ്മുടെ കയ്യിൽ മുതലിരിക്കുന്നുണ്ട്. ഈ 125 എങ്ങും ടെസ്റ്റ് ഡ്രൈവ് അവൈലബിൾ അല്ല, പക്ഷേ ഇവർ നമുക്ക് ജസ്റ്റ് ഒരു വാക്ക് റൗണ്ടിന് വേണ്ടി നമ്മുടെ RC 125 അറേഞ്ച് ചെയ്യുന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇറങ്ങി വണ്ടി ഒന്ന് കാണിച്ചു തരാം കേട്ടോ. പറയാതിരിക്കാൻ വയ്യ, എനിക്ക് RC 200ലും കുറച്ചും കൂടി ഇഷ്ടപ്പെട്ട കളേഴ്സ് കൊണ്ടുവന്നത് RC 125 കേട്ടോ. ഐ തിങ്ക് ആ ഒരു ഫസ്റ്റ് വന്നു വെച്ചാൽ ഒരു ഫുൾ ബ്ലാക്കിൽ ആ ഒരു ഓറഞ്ച് പിൻ സ്ട്രിപ്പ്, അതൊക്കെ നല്ല രസമായിരുന്നു കാണാനായിട്ട്. ഇതും അടിപൊളി കളറാണ്, ആ ഒരു ബ്ലാക്ക് ടാങ്ക്, ആ ഒരു ഫ്രണ്ട് ബ്ലാക്കും, മൊത്തത്തിൽ നല്ല ഭംഗിയുണ്ട്. ഇപ്പം ഞാനിന്ന് വീഡിയോയിൽ വണ്ടിയുടെ റേറ്റും കാര്യങ്ങളും പിന്നെ ചെറിയൊരു ഫിനാൻസ് ഓപ്ഷനും പിന്നെ പറയുകയാണെങ്കിൽ വണ്ടിക്ക് ചെറിയ ഓഫേഴ്സും കാര്യങ്ങളും വരുന്നില്ല. നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് KTM ആലുവയിൽ വരുവാണെങ്കിൽ നമുക്കൊരു ഫ്രീ ഹെൽമെറ്റ് അവൈലബിൾ ആയിട്ട് ഇവർ സെറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ആലുവയിലുള്ള KTM ഒന്ന് ജസ്റ്റ് കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് തന്നെ ലുക്ക് വൈസ് പറയുകയാണെങ്കിൽ യെസ്, ആ ഒരു പുതിയ അപ്ഡേറ്റഡ് സ്പ്ലിറ്റ് ഷാസി സെറ്റപ്പ് നമുക്കിപ്പോൾ RC 125 വന്നിട്ടുണ്ടെന്ന് കാണാം. ഒരു പുതിയ ഒരു കംപ്ലീറ്റ്ലി റീഡിസൈൻ എന്ന് പറയാം. കാരണം പുതിയ സ്പ്ലിറ്റ് ഫ്രെയിമായി, സൈഡ് ഫെയറിങ്സ് മാറി, ടാങ്ക് മാറി, ടെയിൽ സെക്ഷൻ മാറി, ഹെഡ് മാറി. ഭയങ്കര കോൺട്രവേഴ്ഷ്യൽ ആയിരുന്നു ആ ഒരു ഷാർപ്പ് ട്വിൻ പ്രൊജക്ടറുള്ള ഹെഡ് മാറിയിട്ട് ഇപ്പം ഇങ്ങനത്തെ ഒരു ഹെഡാണ് വണ്ടിക്ക് വരുന്നത്. അതിനോ ഭയങ്കര മിക്സഡ് ഒപ്പീനിയനാണ് വണ്ടിക്ക് എല്ലാവർക്കും. പക്ഷേ നിങ്ങൾ നേരിട്ടൊന്ന് കണ്ടു നോക്കുക. വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും കുറച്ചും കൂടി ഒന്ന് ബീഫിയർ ആയിട്ടുണ്ട് വണ്ടി. എസ്പെഷ്യലി ഈ ഒരു സൈഡ് ഏരിയയൊക്കെയാണ് കുറച്ചും കൂടി ഒന്ന് വൈഡ് ആയിട്ടുണ്ട്, കുറച്ചൊന്ന് വലിപ്പമായിട്ടുണ്ട്. പക്ഷേ യെസ്, ഐ അഗ്രി, ആ ഒരു ഫ്രണ്ട്, ആ ഒരു ഷാർപ്പായിട്ടുള്ള ഡിസൈൻ ആയിരുന്നു കുറച്ചും കൂടി സ്യൂട്ടബിൾ. വണ്ടി കാണാനാണെങ്കിലും കുറച്ചും കൂടി രസമായിരുന്നു. അപ്പോൾ പലരും ചോദിക്കും പഴയത് കൊണ്ടുവരാൻ ചാൻസ് ഉണ്ടോ? എന്താ പറയുക, 50-50 ആണ്. ചിലപ്പോൾ വന്നേക്കാം, ചിലപ്പോൾ വരില്ല. നമുക്കൊന്നും പറയാൻ പറ്റില്ല ഈ ഒരു പോയിന്റിൽ. RC 200 നിന്ന് എന്തൊക്കെ വ്യത്യാസം ഉണ്ടെന്നുള്ളത് ആദ്യം പറഞ്ഞുതരാം. RC 200 നമുക്ക് നോക്കുവാണെങ്കിൽ ഫ്രണ്ടിൽ LED ഹെഡ്ലൈറ്റാണ് വരുന്നത്. നമുക്ക് 125 ആവട്ടെ നമുക്ക് ഹാലജൻ ബൾബാണ് വരുന്നത്. യെസ്, നമുക്ക് വേണമെങ്കിൽ RCയുടെ വേണമെങ്കിൽ റെട്രോഫിറ്റ് ചെയ്യാം, പക്ഷേ ഇതിന് ആ സ്റ്റോക്ക് നമുക്ക് ഹാലജനാണ് വരുന്നത്. പിന്നത്തെ ഒരു വ്യത്യാസം സിംഗിൾ ചാനൽ ABS ആണ് വരുന്നത്. യെസ്, ഈ ഒരു 125ന് നമുക്ക് RC വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും സിംഗിൾ ചാനൽ ABS ആണ്. ബാക്കിൽ RLP ആണ്, അത് റിയർ ലിഫ്റ്റ് പ്രൊട്ടക്ഷൻ ആണ്. ഹാർഡ് ബ്രേക്കിങ്ങിൽ റിയർ പൊങ്ങാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു സെൻസറും കാര്യങ്ങളൊക്കെ കൊടുത്തേക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് അറിയാലോ, ABS വർക്ക് ചെയ്യണമെങ്കിൽ ബാക്ക് വീലിൻ്റെയും ഫ്രണ്ട് വീലിൻ്റെ സ്പീഡ് സെൻസിങ് കാര്യങ്ങളൊക്കെ വേണം. അതുകൊണ്ടാണ് ബാക്കിൽ ഒരു സ്പീഡ് സെൻസർ കാണുന്നത്. അതുകൊണ്ട് തന്നെ റൈഡ് മോഡ്സോ കാര്യങ്ങളൊന്നും ഇല്ല. നമുക്ക് RC 200 ആകുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു സ്ട്രീറ്റ് സൂപ്പർ മോട്ടോ എന്ന് പറഞ്ഞിട്ട് 2 ABS മോഡ് ഉണ്ടായിരുന്നു. നമുക്ക് 125 വരുമ്പോഴത്തേക്കും ആ ഒരു ABS മോഡ് ഉണ്ടാവില്ല, കാരണം ഇത് സിംഗിൾ ചാനൽ ABS ആണ്. നിങ്ങൾക്ക് ഒരു KTM വേണം, പക്ഷേ അത്ര ഒരു പവറോ കാര്യങ്ങളൊന്നും വേണ്ട, കുറച്ചും കൂടി ഡെയിലി യൂസിനാണ് പ്രിഫർ ചെയ്യുന്നത്. പക്ഷേ 390യുടെ ലുക്സോ കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടും ചൂസ് ചെയ്യുന്ന ഒരു വണ്ടി തന്നെയാണ് നമ്മുടെ RC 125 എന്ന് പറയുന്നത്. ആദ്യത്തെ ഒരു വ്യത്യാസം യെസ്, ആ ഒരു 125cc എഞ്ചിൻ, ആ ഒരു കുട്ടി എഞ്ചിനാണ് കേട്ടോ. നോക്കി കഴിഞ്ഞാൽ കുറച്ചും കൂടി ചെറിയ ഹെഡും കാര്യങ്ങളൊക്കെ വരുന്നത്, പക്ഷേ ഭയങ്കര അഡ്വാൻസ്ഡ് ആയിട്ടുള്ള 125 ആണ്. സ്പെക് വൈസ് നോക്കുകയാണെങ്കിൽ നമുക്കൊരു 125cc DOSC ലിക്വിഡ് കൂൾഡ് 4 വാൽവ് എഞ്ചിനാണ്. ഭയങ്കര അഡ്വാൻസ്ഡ് ആണ്. ഞാൻ പറഞ്ഞു, കറന്റ് മാർക്കറ്റിൽ നിങ്ങൾ ഏത് 125 എടുത്തോ അതിനൊന്നില്ലെങ്കിൽ ലിക്വിഡ് കൂളിംഗ് കാണില്ല, അല്ലെങ്കിൽ അത് DOC ആയിരിക്കില്ല. മൈലേജ് ഒക്കെ ഞാൻ പറഞ്ഞു നമുക്കൊരു 50-55 അടുത്ത് വരെ കിട്ടിയവരുണ്ട്. എന്നാലും ഒരു നോർമൽ യൂസിന് നമുക്കൊരു 45 to 50 ഇടയ്ക്ക് പ്രതീക്ഷിച്ചാൽ മതി. ഗിയർ ബോക്സ് മേറ്റ് 2 6 സ്പീഡ് ഗിയർ ബോക്സ് ആണ്. അത്യാവശ്യം നല്ല സ്ലിക്കായിട്ടുള്ള ഗിയർ ബോക്സ് ആണ്. പിന്നെ RC 200 കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും വൺ ഓഫ് ദി മേജർ വ്യത്യാസം ഇതിന് വൈബ്രേഷൻ ലെവൽസ് നന്നായിട്ട് കുറവാണ്. അതുകൊണ്ട് നമുക്ക് ഡെയിലി യൂസ് ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു ഇറിറ്റേഷൻ കാര്യമൊന്നും ഉണ്ടാവില്ല. പക്ഷേ എന്താ പറയുക, വണ്ടിക്ക് സ്ലിപ്പർ കച്ചോ കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് നോർമൽ ഒരു 6 സ്പീഡ് ഗിയർ ബോക്സ് ആണ്. അത്യാവശ്യം നല്ല സ്മൂത്ത് ആണ്. ഞാൻ ഒന്നുകൂടി ഡബിൾ ചെക്ക് ചെയ്തിട്ട് സ്ലിപ്പർ ക്ലച്ച് ഉണ്ടെങ്കിൽ ഞാൻ കറക്റ്റായിട്ടുള്ള താഴെയിടാം. ശരിക്കും ആ ഒരു ലുക്സ് തന്നെയാണ് ഈ വണ്ടിയുടെ ഒരു മെയിൻ USP എന്ന് പറഞ്ഞാൽ. ബാഡ് ലുക്കാണ് കേട്ടോ. നിങ്ങൾ ഫസ്റ്റ് ടൈം വന്ന് കാണുകയാണ്, നിങ്ങൾ ആ ഒരു പഴയ RC ഡിസൈൻ മനസ്സിൽ വെച്ചിട്ടുള്ള വരുന്നെങ്കിൽ വേണ്ടി നിങ്ങൾ നന്നായിട്ട് ഇമ്പ്രസ് ചെയ്യും. ഇതിന് തൂക്കിയിട്ടിരിക്കുന്നത് നമ്മുടെ ഒരു പുതിയ ഷാസിയിലാണ്. ആ ഒരു സ്പ്ലിറ്റ് ഷാസി നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെയാണ് അതിന്റെ ബോൾട്ടും കാര്യങ്ങളൊക്കെ വരുന്നത്. അതായത് ഇത് വേറെ പീസ്, ഇത് വേറെ പീസാണ്. ഇൻ കേസ് ഓഫ് എ ക്രാഷ് ഒരു ആക്സിഡന്റ് നമുക്ക് ഒരു പീസ് മാത്രമായിട്ട് മാറ്റാൻ പറ്റും. ഗ്രൗണ്ട് ക്ലിയറൻസിൽ ചെറിയൊരു കുറവുണ്ട്. ഐ തിങ്ക് 158 mm ആണ് RC റേഞ്ചിന് വരുന്നതാണ് എനിക്ക് തോന്നുന്നത്. അതായത് അക്രോസ് RC 200 RC 390ക്കും ഇത് തന്നെയാണ് ഒരു 153 mm ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് വരുന്നത്. സീറ്റ് ഹൈറ്റ് ഏറെക്കുറെ നമ്മൾ ഫസ്റ്റ് ഞാൻ RCയിൽ ഇരിക്കുന്ന പോലെയാണ്. കുറച്ച് സീറ്റ് ഹൈറ്റ് ഉണ്ട്. ഞാൻ അത്യാവശ്യം ടിപ്പ് ചെയ്തിരിക്കുന്നത്. എനിക്ക് 5'9" അടുത്താണ് ഹൈറ്റ്, പക്ഷേ എനിക്ക് ഹാഫ് ഫുട്ടാണ്, കംപ്ലീറ്റ് ഒരു പ്ലാനറ്റ് ഫുട്ട് അല്ല. പിന്നെ റൈഡിംഗ് എർഗണോമിക്സ് പറയുവാണെങ്കിൽ നല്ല സ്പോർട്ടിയാണ്. ഇത് നന്നായിട്ട് കിടന്നിരിക്കണം. നല്ല അത്യാവശ്യം വൈഡ് ആയിട്ടുള്ള ഹാൻഡിലാണ്. ഞാൻ 390യുടെ വീഡിയോ പറഞ്ഞു, ഭയങ്കര വൈഡ് ആയിട്ടുള്ള ഹാൻഡിലാണ്. പിന്നെ ഇപ്പോഴത്തെ ക്ലിപ്പ് ഓൺ നിങ്ങൾ ശ്രദ്ധിച്ചെന്നറിയില്ല, ക്ലിപ്പ് ഓൺ പ്ലേസ് ചെയ്തിരിക്കുന്നത് ടോപ്പ്
അതിൻ്റെ താഴെയാണ്. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ക്ലിപ്പ് ഓൺ ഇനിയും ലോവർ ചെയ്യാനായിട്ട് പറ്റും, കുറച്ചും കൂടി സ്പോർട്ടിയായിട്ട് ഓടിക്കാൻ പറ്റും. ഒരു RCയുടെ ആ ഒരു അതേ ക്യാരക്ടർ തന്നെയാണ് ഇതിൻ്റെ ഒരു റൈഡിംഗ് പോസ്റ്റർ എന്നൊക്കെ പറയുന്നത്. നമ്മൾ അത്യാവശ്യം നല്ല സ്പോർട്ടിയായിട്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ലോങ് റൈഡൊക്കെ എടുക്കുവാണെങ്കിൽ ചെയ്യാനൊക്കെ വരാൻ നല്ല ചാൻസ് ഉണ്ട്. ഇപ്പോൾ ആക്ച്വലി നമുക്കിപ്പോൾ ബാറ്ററി ഇല്ല. ഞാൻ വേണമെങ്കിൽ ഐഡന്റിക്കൽ ആയിട്ടൊരു കൺസോൾ കാണിച്ചു തരാം. നമ്മുടെ ADV 250 ഈ ഒരു കൺസോൾ ആദ്യമായിട്ട് കൊണ്ടുവന്നത്. പിന്നീട് ഇപ്പോൾ RC ലൈനപ്പിൽ വന്നിട്ടുണ്ട്. കണ്ടോ, ഈ എക്സാക്ട് LCD ആണ് നമുക്ക് RC125നും RC200നും വരുന്നത്. നല്ലൊരു പർപ്പസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ട് കണ്ടിട്ട്. അറൗണ്ട് ഒരു 30 ലിറ്റേഴ്സ് ആണ്, 13.5 ആണ് എക്സാക്ട് പറയുകയാണെങ്കിൽ. നമുക്ക് ഇവിടെ മെറ്റൽ ടാങ്കും പിന്നെ ഇവിടെ ഒരു കവറും ഫെയറിങ്ങും വരുന്നുണ്ട്. നമുക്ക് ഇത് ഈ ടാങ്ക് നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും ആ ഒരു Moto3 ബൈക്ക് ഉണ്ട് ഇവരുടെ, അതിന്റെ പോലെ തന്നെ ഉണ്ട്. കറക്റ്റ് ആണ്. എസ്പെഷ്യലി ഈ ഒരു സൈഡ് നോക്കുമ്പോൾ കറക്റ്റ് ഒരു Moto3യുടെ ടാങ്ക് പോലെ തന്നെ ഉണ്ട് കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. ടയേഴ്സ് ഒക്കെ റേഡിയൽ ടയേഴ്സ് വരുന്നത്. അവിടെ ഒന്നും ഗോസ്കട്ടോ കാരണം ചെയ്തിട്ടില്ല. നമുക്ക് ഫ്രണ്ടിൽ ഒരു 110 സെക്ഷൻ ടയർ വരുന്നുണ്ട്, ബാക്കിൽ ഒരു 150 സെക്ഷൻ ടയർ വരുന്നുണ്ട്. MRFന്റെ ആണ്. ബ്രേക്കിന്റെ ഡ്യൂട്ടീസ് എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഫ്രണ്ടിൽ ഒരു 320mm ഹബ് ബ്ലാസ്റ്റർ ഡിസ്ക് വരുന്നുണ്ട്, ബാക്കിൽ ഒരു 230mm ഡിസ്ക് വരുന്നുണ്ട്. പക്ഷേ ശ്രദ്ധിക്കുക, ഇതിന്റെ ബ്രേക്ക് എന്ന് പറയുന്നത് റേഡിയലി മൗണ്ടഡ് കാലിപ്പറാണ് വരുന്നത്. കണ്ടോ, നമ്മുടെ കുറച്ചും കൂടി നല്ല ബൈറ്റും കാര്യങ്ങളൊക്കെ ഈ ഒരു വണ്ടിക്ക് ഉണ്ടാവും. അതാണ് ഈ ഒരു വണ്ടിയുടെ ഓവറോൾ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. നല്ല ക്വാളിറ്റി പാർട്സ്, അതായത് നല്ല എക്യുപ്ഡ് ആണ് വണ്ടി. നിങ്ങൾ നോക്കുക, റേഡിയൽ ടയേഴ്സ്, പിന്നെ 43mm അപ്സൈഡ് ഡൗൺ ഫോർക്ക് ഉണ്ട്, അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള മോണോഷോക്ക് ഉണ്ട്, അതും ഫ്രം WP, പിന്നെ റേഡിയൽ മൗണ്ട് കാലിപ്പർ, ഫ്രണ്ടിലെ 320mm ഡിസ്ക്. അപ്പോൾ ഭയങ്കര എക്യുപ്ഡ് ആണ്. എവിടെയും കോസ്കട്ട് ആയിട്ടില്ല. ആകെ ഒരു എഞ്ചിൻ മാത്രമേ കുട്ടിയായിട്ടുള്ളൂ, ബാക്കിയൊക്കെ വെൽ അഡ്വാൻസ്ഡ് ആണ്, വെൽ പാക്ഡ് ആണ്, പറയാതിരിക്കാൻ വയ്യ. ഇതെടുത്തിട്ടൊരു വാല്യൂ പ്രൊപ്പോസിഷനിൽ നോക്കുവാണെങ്കിൽ യെസ്, എല്ലാ വാല്യൂവിനകത്ത് ഉണ്ട്. പക്ഷേ പെർഫോമൻസ് എന്ന പെർസ്പെക്റ്റീവ് നോക്കുവാണെങ്കിൽ യെസ്, കുറച്ചൊന്ന് പിന്നോക്കമാണ്. പക്ഷേ അത് മറ്റ് 125cc വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും അതിനേലും നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞു, ഇത് കുറച്ചും കൂടി ഒരു പോട്ടിയായിട്ടുള്ള ക്യാരക്ടറാണ് ഈ വണ്ടിക്ക് വരുന്നത്. അപ്പോൾ ഇതിന് പ്രൈസ് നമുക്ക് കൊച്ചിയിൽ വരുന്നത് 2,37,000 രൂപയാണ് നമുക്ക് ഓൺ റോഡ് കൊച്ചിയിൽ വരുന്നത്. നമുക്ക് ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ഈ ചാനൽ കണ്ടിട്ടാണ് വരുന്നതെങ്കിൽ ചെറിയൊരു ഹെൽമെറ്റും കാര്യങ്ങളൊക്കെ ഒരു കോംപ്ലിമെൻ്ററി ആയിട്ട് തരും. ആരെങ്കിലും RC125 എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ഇങ്ങോട്ട് വരിക, KTM ആലുവയിൽ വരിക. ഞാൻ അവിടെ നമ്പേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്തേക്കാം. പറഞ്ഞ പോലെ തന്നെ ചെറിയൊരു ഹെൽമെറ്റൊക്കെ സ്വന്തമാക്കാം. ഓക്കെ, 35 അടിച്ച് വണ്ടി ഇറക്കാൻ പറ്റും. മന്ത്ലി എന്തോരം വരും? നമുക്ക് റേറ്റ് വരും 7,600 റേഞ്ച് വരും. 2 years 4 years വരുന്നുണ്ട്. നമുക്കൊരു 35 ഏറ്റവും കുറവാണ്. നമുക്ക് കൂട്ടി അടയ്ക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് EMI കാര്യങ്ങളൊക്കെ കുറയല്ലേ. നമുക്കൊരു 50 ഒക്കെ അടയ്ക്കുവാണെങ്കിൽ ഒരു 5,000 അല്ലേ മന്ത്ലി. 4 year വരുന്നുണ്ട്. ബജാജ്, HDFC, IDFC ചെയ്യാറുണ്ട്. നമുക്ക് വേണമെങ്കിൽ ബയ്യറിന് ഇഷ്ടമുള്ള രീതിയിൽ ഫിനാൻസ് ചെയ്യാൻ പറ്റില്ലേ. പിന്നെ ബയ്യറിന് വേണമെങ്കിൽ പുറത്തുനിന്ന് ഇൻഷുറൻസ് ചെയ്യാൻ പറ്റും. നമുക്ക് ഇതിനിപ്പോൾ വാറൻറ്റിങ് കാര്യങ്ങളൊക്കെ എങ്ങനെ വരുന്നത്? 5 year വരുന്നുണ്ട്. 75,000 kilometers 5 year വരുന്നുണ്ട്. പിന്നെ റോഡ് സൈഡ് അസിസ്റ്റൻറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ 1 year ഫ്രീ ആയിരിക്കും. പിന്നെ പുതുക്കേണ്ടി വരും. KTM തന്നെ ഒന്ന് എടുക്കാൻ പറ്റും 999 റേറ്റിൽ. പലർക്കും ഉണ്ടായ ഒരു സംശയമാണ് ആ ഒരു കമ്മിങ് ആയിട്ടുള്ള KTMന്റെ 150cc. യെസ്, KTM വർക്ക് ചെയ്യുന്നുണ്ട്. അത് എന്നത്തേക്കാണെന്ന് നമുക്കിപ്പോൾ ഒരു പിടുത്തം കാര്യമൊന്നുമില്ല. അവർ വർക്ക് ചെയ്യുന്നുള്ള കാര്യത്തിൽ നമുക്ക് കൺഫർമേഷൻ കിട്ടിയിട്ടുണ്ട്, നല്ല റൂമറുണ്ട്. പക്ഷേ എന്നത്തേക്ക് വരും എന്നുള്ള കാര്യത്തിൽ ഒന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ നെക്സ്റ്റ് ഇയറോ ചിലപ്പോൾ അത് കഴിഞ്ഞിട്ടോ ആയിരിക്കും. അതിൻ്റെ ഒരു പവർ ഫിഗേഴ്സ് ഒക്കെ നമുക്ക് ഏറെക്കുറെ 20 bhp അടുത്തുണ്ടെന്നാണ് പറഞ്ഞത്. 21 അതായത് 150cc വെച്ചിട്ട് 21 bhp ഒന്ന് ആലോചിച്ച് നോക്കുക. പ്രോപ്പർ KTM ആണ്. അപ്പോൾ ആ ഒരു വണ്ടി വരുന്നുണ്ട്. പക്ഷേ അത് എന്നത്തേക്കാണെന്നുള്ള കാര്യത്തിൽ ഒരു അറിവില്ല ഗൈസ്. ആ ഒരു ഹയർ CC KTMs, യെസ്, അത് പറയണമല്ലോ. ഇപ്പോൾ നിങ്ങൾ ന്യൂസ് കണ്ടു കാണും, അവിടെ 3090, 890 മോഡൽസ്, അത് കൂടാണ്ട് കുറച്ച് ചെറിയ മോഡൽസ് 450 തൊട്ട് 350, പിന്നെ 50cc വണ്ടി, 70cc വണ്ടി, ഒരുപാട് വണ്ടി KTM ലോഞ്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആ വണ്ടിയൊക്കെ ആക്ച്വലി ഇപ്പോൾ ഒരു ഷോറൂം എന്ന് പറയാനുള്ളത് ഇപ്പോൾ ബാംഗ്ലൂരേ വരുള്ളൂ. നമുക്ക് വേണമെങ്കിൽ ഇവിടെ വന്നിട്ട് വണ്ടിയും കാര്യങ്ങളൊക്കെ ഡെലിവറി എടുക്കാം. പക്ഷേ സർവീസസ് നമുക്ക് ബാംഗ്ലൂർ മാത്രമേ ഉള്ളൂ. അത് ഈ ഒരു പോപ്പുലർ ഗ്രൂപ്പിൻ്റെ തന്നെയാണ്, ഒരു പോപ്പുലർ KTM ഇവരുടെ തന്നെയാണ് ബാംഗ്ലൂർ ഷോറൂം വരുന്നത്. പക്ഷേ നമുക്കിവിടെ സർവീസും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഐ തിങ്ക് സെയിൽസ് ഉണ്ടാവും. പിന്നെ അതിൻ്റെ ലോഞ്ചിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് ഇതുവരെ ഇപ്പോൾ ഇവിടുന്ന് ന്യൂസും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ചിലപ്പോൾ ഒരു ഗ്രാൻഡായിട്ട് ലോഞ്ചൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ ലോഞ്ചൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഇൻസ്റ്റയിലോ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി പോസ്റ്റായിട്ട് ഇടാം. അപ്പോൾ നിങ്ങൾക്കും വന്ന് 39 കാണാമല്ലോ. ലോഞ്ച് ഉണ്ടെങ്കിൽ തന്നെ അതൊന്ന് കൊച്ചി തന്നെ ആയിരിക്കും. ഞാൻ ഇതിൻ്റെ ഫസ്റ്റ് ഒരു പ്രാവശ്യം ഒരു ഷോർട്ട് ഡ്രൈവ് എടുത്തിട്ടുണ്ട്. പക്ഷേ ഞാനൊന്ന് ഓർക്കാനുള്ളത് എങ്ങനെയായിരുന്നു എന്നുള്ളത് കുറച്ച് നാളെ എനിക്കൊന്ന് ഒരു 2 year മുമ്പ് ഞാൻ ഓടിച്ചാണ്. സോ എനിക്ക് റീകോൾ ചെയ്യാൻ പറ്റുന്നില്ല അത് എങ്ങനെയായിരുന്നു എന്നുള്ളത്. പക്ഷേ പറയാലോ, വണ്ടി ഞാൻ ഓടിക്കുമ്പോൾ ഫുൾ ടൈം റെഡ് ലൈൻ കത്തിച്ചാണ് ഓടിച്ചത്. അത് മാത്രമേ എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ പറഞ്ഞു പെർഫോമൻസ് എന്തെങ്കിലും നോക്കുവാണെങ്കിൽ കുറച്ചൊന്ന് പിന്നോക്കമാണ്. പക്ഷേ ശ്രദ്ധിക്കുന്നത് 125 ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾ KTM ആരെങ്കിലൊന്ന് കോൺടാക്ട് ചെയ്യുക. ഞാൻ നമ്പേഴ്സും കാണാൻ കൊടുത്തേക്കാം. പഴയ RC പോകുന്നു, നമ്പേഴ്സും കാണാൻ കൊടുത്തേക്കാം. ഓക്കെ, അപ്പോൾ ഗായ്സ് അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബായ്. പഴയ RC ഉണ്ട്, പുതിയ RC എൻ്റെ പൊന്നു.